എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണ്. ട്രെയിനിലെ ഒരു പ്രണയകഥ. അത് മിക്കവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. 1950കളിൽ ഞാനൊന്ന് വായിച്ചതാണിങ്ങനെ മൂലം. 1980കളിൽ ജാക്കും എമിലിയും എന്ന് പറഞ്ഞ രണ്ട് അപരിചിതർ ന്യൂയോർക്കിലെ ലോസ് ഏഞ്ചൽസിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറി. അവരുടെ ഒരു സംഭാഷണം ആരംഭിക്കുകയും ആഴത്തിലുള്ള ബന്ധം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അവർ ട്രെയിൻ തീരത്ത് സഞ്ചരിക്കുമ്പോൾ അവർ കഥകളും സ്വപ്നങ്ങളും ചിരിയും പങ്കിട്ടു. നല്ലൊരു നിമിഷമാണെന്ന് എല്ലാവർക്കും തോന്നുന്നല്ലോ, കാരണം അത്രയും സന്തോഷകരമായ സമയങ്ങൾ ചെലവഴിക്കുന്നു. അപ്പോൾ ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്തു. അവർ ഒരുമിച്ച് പര്യവേഷണം ചെയ്തു. മറിഞ്ഞിരിക്കുന്ന രക്തങ്ങൾ പര്യവേഷണം ചെയ്യാൻ വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങി. അവർ ഗ്രാൻഡ് കനോൺ മുതൽ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് വരെയുള്ള അവരുടെ സാഹസികതകൾ മറക്കാനാവാത്ത ഓർമ്മകളായി മാറി. ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ഒരു ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടാകും. നമ്മൾ മിക്ക സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. കൂടുതലായിട്ടുള്ള അഡ്വെഞ്ചേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലൊക്കെ അഡ്വെഞ്ചറിനൊക്കെ പോകുമ്പോഴൊക്കെ അവരുടെ പ്രണയകഥകൾ, അവരുടെ സ്റ്റോറികൾ എന്ന് പറഞ്ഞ പോലെ ഇതും എനിക്ക് വായിച്ചപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ ട്രെയിൻ യാത്രയിലുള്ള ബന്ധപ്പെട്ട് ഇതുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത്. മിക്കവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു, എൻ്റെ സംഭാഷണ രീതികളും. നിർഭാഗ്യകരമായ ഒരു സായാഹ്നത്തിൽ ട്രെയിൻ മിസിസിപ്പി നദി കടക്കുമ്പോൾ ജാക്ക് നക്ഷത്ര നിബിഡമായ ആകാശത്തിനിടയിൽ എമിലിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. അവരുടെ ആ ദീർഘമായ സംഭാഷണങ്ങളെല്ലാം അദ്ദേഹത്തെ വിവാഹാഭ്യർത്ഥനയിലേക്ക് വരെ അദ്ദേഹം നടത്തി. അവർ അത് എന്നും പറഞ്ഞു. ട്രെയിൻ വിസിൽ മുഴങ്ങുമ്പോൾ അവർ ഒരു ചുംബനം പങ്കിട്ടു. അവർ ന്യൂയോർക്കിലേക്ക് മടങ്ങുകയും വിവാഹം കഴിക്കുകയും ട്രെയിൻ രാജ്യത്തിനുടനീളം സഞ്ചരിച്ച് അവർ മാന്ത്രിക യാത്ര പുനരാവിഷ്കരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രണയകഥ ആരംഭിച്ചത് ആ അമേരിക്കൻ ട്രെയിൻ യാത്രയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നോക്കും. എപ്പോഴും യാത്ര ചെയ്യാനും അദ്ദേഹം താല്പര്യപ്പെടും. ഇത് തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ അവർ വിവാഹ ജീവിതത്തിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ അവരുടെ സാഹസികത തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നവർ മനസ്സിലാക്കി. അങ്ങനെ അവർ കൂടുതലായിട്ടുള്ള സ്വപ്നങ്ങൾ അവരെ നിറവേറ്റാനും അവരുടെ അഡ്വഞ്ചറായിട്ടുള്ള രീതികൾ കണ്ടുപിടിക്കാനും വേണ്ടി അവർ തുടർ യാത്രകൾ ആരംഭിക്കുകയാണ്. ട്രെയിൻ യാത്രകൾക്ക് സമീപം അവർ സുഖപ്രദമായ ചെറിയ ഒരു വീട് നിർമ്മിച്ചു. അതാണ് ഏറ്റവും നല്ല ബെറ്ററായിട്ടുള്ള രീതി. വീടിനടുത്ത് ട്രെയിൻ അടുത്ത് വീട് വെക്കുവാണെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യാനും ഒക്കെ സൗകര്യപ്രദമാകുന്ന രീതിയിൽ അവരത് ചെയ്തു. അവിടെ അവരുടെ യാത്രയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ട്രെയിനുകൾ അലറുന്നത് കാണും. അവർ പലപ്പോഴും ഹ്രസ്വയാത്രകൾ നടത്തുകയും മറിഞ്ഞിരിക്കുന്ന രക്തങ്ങൾ പര്യവേഷണം ചെയ്യുകയും സുഹൃത്തുക്കളുമായും കുടുംബമായും അവരുടെ കഥകൾ പങ്കിടുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് തരുന്നതാണ്. എപ്പോഴും നമ്മൾ യാത്രകളിൽ കുടുംബമായിട്ടും വലിയ സുഹൃത്തുക്കൾക്കൊപ്പവും പോകുന്നതെന്ന് പറയുന്നത് അത് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടുതൽ ബോറടിപ്പിക്കാത്തതും നല്ല രീതിയിലുള്ളതുമായിരിക്കുമല്ലോ എപ്പോഴും. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അവരുടെ സ്നേഹം തഴച്ചു വളരുന്നു. ഒരു ദിവസം ന്യൂയോർക്കിൽ നിന്ന് ലോസ് ഏഞ്ചലിലേക്കുള്ള അവരുടെ ചുവടുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് അവരുടെ ഇതിഹാസ യാത്ര പുനരേക്ഷിപ്പിക്കാൻ അവർ ഇത്തവണ അവർ കുട്ടികളെയും പേരക്കുട്ടികളെയും കൊണ്ടുവന്ന് അവരുടെ യഥാർത്ഥ സാഹസികത കഥകൾ പങ്കുവെച്ചു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ ഓരോ സ്റ്റോറികളും ഹിസ്റ്ററികളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും അത് നല്ലതാണ്. കാരണം ഇത് എപ്പോഴും എന്ത് നടന്നു, എന്ത് നടന്നില്ല, എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് എക്സൈറ്റ്മെൻറ്റ് സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു രീതി. പിന്നെ ട്രെയിൻ കടന്നു പോകുമ്പോൾ അവർ ഒരുമിച്ച് ചിരിക്കുകയും ഓർമ്മകൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. ജാക്ക് വിവാഹം നടത്തിയ അതേ സ്ഥലത്ത് അവർ ഒരു കുടുംബ ചടങ്ങ് നടത്തി. അവരുടെ നേർച്ചകൾ പുതുക്കുകയും അവരുടെ ശാശ്വതമായ സ്നേഹം ആഘോഷിക്കുകയും ചെയ്തു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ബന്ധം എങ്ങനെ ദൃഢപ്പെടുത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ജീവിതം ആസ്വദിക്കുന്നു എന്നുള്ള ഒരു നല്ല കഥയാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇത് വായിക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റും ഇത് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും എങ്ങനെ ഒരു കുടുംബ ബന്ധം നടക്കണമെന്നുള്ളതിനുള്ള ഒരു നല്ലൊരു മെസ്സേജാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഈ കഥ മുഴുവനായിട്ടും മുന്നോട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ട്രെയിൻ അവരുടെ പ്രണയ കഥയുടെ പ്രതീകമായി മാറി. ജീവിതത്തിൽ ഏറ്റവും വലിയ സാഹസികതകൾ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നതായി പങ്കിടുകയാണെന്ന് ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ കുടുംബം റെയിലുകളിൽ സവാരി ചെയ്യുന്നത് തുടർന്നു. പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കുകയും വരും തലമുറകളിൽ ദ ട്രെയിൻ ട്രൂ ഫോർ എവർ എന്ന കഥ കൈമാറുകയും ചെയ്തു. ഇത് നല്ലൊരു സ്റ്റോറിയായിട്ട് നിങ്ങൾക്കും എനിക്ക് തോന്നും. കാരണം ഇത് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഈ നല്ല മൗണ്ട് ഏരിയ ഒക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും എടുത്ത് വായിക്കണമെന്ന് തോന്നിയപ്പം
ഇത് നല്ല നല്ല ഭംഗിയുള്ള യാത്രകൾ ക്യാപ്ചർ ചെയ്തും നല്ലൊരു ഓർമ്മയായിട്ട് ഇരിക്കണമെന്നും തോന്നിയപ്പോൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് തോന്നി. അതിനാലാണ് ഇത് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു കഥയും വായിച്ച കഥയും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഇത് ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് വായിച്ച ഒരു കഥയാണ്. അങ്ങനെ കാലത്തിൻ്റെ പരീക്ഷണത്തിൽ നിലം കൊള്ളുന്ന ഒരു സാഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സാഹസിക പങ്കാളിത്ത സന്തോഷം, ആളുകളെ ഒന്നിപ്പിക്കാൻ ട്രെയിൻ യാത്രകളുടെ മാതൃകത എന്നിവ ഈ തുടർച്ച ഉൾക്കൊള്ളുന്നു. ഇത് നല്ലൊരു കഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നല്ല സ്നേഹബന്ധത്തിൻ്റെയും പേരക്കുട്ടികളുമായിട്ടും എല്ലാ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാം പോയി എൻജോയ് ചെയ്ത് ലൈഫിൽ സമയം കണ്ടെത്തുന്ന സ്നേഹിക്കുക, അന്യോന്യം എല്ലാം ചെയ്യുമ്പോൾ ട്രാവലിംഗ് ആണെങ്കിൽ എപ്പോഴും നല്ലൊരു സ്നേഹബന്ധങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്നതും എപ്പോഴും അതൊരു അഡ്വഞ്ചറും നമ്മുടെ മൂഡ് നല്ല പോസിറ്റീവായിട്ടൊക്കെ നിർത്തുന്നതും ഇങ്ങനത്തെ യാത്രകൾ കാണുമ്പോഴും ഇന്നലത്തെ ആ ട്രെയിനൊക്കെ പോകുന്നത് നോക്കി എന്ത് ഭംഗിയുണ്ട്. ആ നല്ല ഒരു ഗ്രീൻ ഏരിയയിൽ കൂടെ ഒക്കെ പോകുന്ന കാണുമ്പോൾ ഒക്കെ എന്ത് ഭംഗിയാണ്. ഇതൊക്കെയാണ് ഒരു ജീവിതത്തിൽ ഒരു പ്ലസ് പോയിൻ്റ്, ഒരു നല്ല മുഹൂർത്തമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. നോക്കി ആ മഞ്ഞു മൂടിയ മൗണ്ട് ഏരിയ ഒക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചെറിയൊരു മഴയൊക്കെ വരുമ്പോൾ നല്ല ഒരു ഫീലിംഗ് ആണ്. ഇങ്ങനെ യാത്രകൾ എന്നും നമുക്കൊരു പോസിറ്റീവ് എനർജി തരും. വരും തലമുറകൾക്കും നമ്മൾ നല്ല ഇതുപോലത്തെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കും ഒരു പോസിറ്റീവ് എനർജി വരും. അങ്ങനെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ യാത്രകൾ കൂടുതൽ നമ്മൾ ചെയ്യണം, കൂടുതൽ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അവിടെ കൂടുതൽ യാത്രകൾ ചെയ്യുമ്പോഴും കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴും ട്രെയിനിലുള്ളവരുമായിട്ട് ഡിഫറെൻറ്റ് ആളുകളുമായിട്ട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും പല സംസ്ഥാനത്തിലുള്ളവരുമായിട്ടും അവരുടെ എക്സ്പീരിയൻസും എല്ലാം മനസ്സിലാക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റേഷനിൽ അവസാനം വന്നിരിക്കുകയാണ്. യാത്രകൾ അവസാനിച്ച ഒരു ഏകദേശം 4-5 ദിവസത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു, കമ്പനി വിസിറ്റായിരുന്നു, പ്ലസ് സ്ഥലങ്ങൾ കാണാനും കുറച്ച് സാധിച്ചു. അങ്ങനെ നല്ലൊരു ട്രിപ്പ് തന്ന ട്രെയിനിനും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.